ഹലോ, ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തി ആയാലോ? ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിലേക്കിട്ട് വെള്ളമൊക്കെ വാർത്തെടുക്കുക. വെള്ളമൊക്കെ നന്നായി വാർന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ട് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു സൈഡ് ഒന്ന് ആയതിന് ശേഷം നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ വലിയ മീനുകളൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് വറക്കുന്നത് പോലെ നമുക്കിത് വറുത്തെടുക്കാനാവില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇവിടുന്ന് പാകമാകുമ്പോഴേക്കും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു പാകമാവുമ്പോൾ ഇതിന് വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 3 വറ്റൽ മുളക്, ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു 6-7 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി എന്നിവയെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം, ഒരു ഉള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ തേങ്ങ ചിരണ്ടി വെച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടെന്ന് വെച്ചാൽ ഒരുപാട് നേരം വറുക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ഒന്ന് ചൂടായാൽ മാത്രം മതി. തേങ്ങ ഒന്ന് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എരിവ് നല്ലോണം വേണ്ടവരാണെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി ആ ഒരു മുളക് പൊടിയുടെ മണം വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഉണക്കച്ചെമ്മീനിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമ്മുടെ വാളൻ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു 1-2 ദിവസം വരെ വെച്ചിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.